എന്തായാലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാല് കുത്തിക്കില്ല ഗവർണറെ എന്ന SFI ഭീഷണിയുണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണികൾക്കൊന്നും തന്നെ മുട്ടുമടക്കാതെ ഗവർണർ മൂന്നാം ദിവസവും കാലിക്കറ്റ് സർവകലാശാലയിൽ തുടരുന്നുണ്ട്. സനാതന ധർമ്മപീഠം സംഘടിപ്പിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെമിനാറിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പങ്കെടുക്കും. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ കാലിക്കറ്റ് സർവകലാശാല ഉള്ളത്. നേരത്തെ രാവിലെ നമ്മൾ കണ്ടതാണ് ഗവർണർ പറഞ്ഞത് തനിക്ക് സുരക്ഷ ഒന്നും വേണ്ട, തനിക്ക് ജനങ്ങൾ സുരക്ഷ ഒരുക്കുമെന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ വീതികളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ജനങ്ങളോടൊപ്പം ഇടപഴകുന്ന ഗവർണറെ അതിനുശേഷം അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പസിൽ. എപ്പോഴായിരിക്കും ഈ സെമിനാർ ആരംഭിക്കുക? ഓരോ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി നേരത്തെ സോണൽ പറഞ്ഞ സമയത്ത്, നമ്മളോട് സംസാരിച്ച സമയത്ത് ഓരോരുത്തരും എത്തുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ കർശനമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നതും. എപ്പോഴായിരിക്കും ഈ സെമിനാർ ആരംഭിക്കുക? പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഏകദേശം ആളുകളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 മണിയോട് കൂടിയിട്ടാണ് ഗവർണർ എത്തുക. 4 മണിക്കാണ്. 4 മണി മുതൽ 5 മണി വരെയാണ് ഗവർണറുടെ ഉദ്ഘാടനവും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും സെമിനാർ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ സെമിനാർ ഹാളിൽ കൊള്ളുന്ന, അതായത് നിശ്ചിതമായിട്ടുള്ള ആളുകളെ മാത്രമാണ് പാസ് മുഖേന ഈ ഒരു സെമിനാർ ഹാളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ ഒരു സെമിനാറിനെതിരെ പലതരത്തിലും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തി കൃത്യമായിട്ട് ഈ സെമിനാറിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ഒരു സെമിനാർ ഹാളിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഈ സെമിനാർ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. കാരണം പല വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ നോക്കിയെങ്കിലും അതിനെയെല്ലാം മധുര പ്രതികാരം എന്നോണം ഗവർണർ തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് നമ്മൾ കണ്ടത്. പല കേരളത്തിലുടനീളമുള്ള പല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഗവർണർക്കെതിരെയുള്ള ബാനറുകൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾക്ക് മധുര പ്രതികാരമായിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ മിഠായി തെരുവിൽ ചെന്ന് അവിടെ സാധാരണക്കാരുമായി സല്ലപിച്ച് അവരോടൊപ്പം ചേർന്ന് സെൽഫി എടുത്ത് മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ആരാഞ്ഞുകൊണ്ട് ജനകീയനാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് ഗവർണറെ സംബന്ധിച്ച് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള വിമർശനമാണോ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്, അത് പാഴാകുന്ന ഒരു കാഴ്ച. അതാണ് സോണൽ, തനിക്ക് ജനങ്ങളെ പേടിയില്ല, തനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പേടിയില്ല, പേടിയുള്ളവരാണ് ഇത്തരത്തിൽ നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് തന്നെയല്ലേ ഗവർണർ പറഞ്ഞു വെക്കുന്നത്? അത് രജനി, അത്തരത്തിൽ തന്നെയാണ്. കാരണം നിരന്തരമായിട്ട് ഗവർണർ ഈ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നത് വരെ 3 പ്രധാനപ്പെട്ട തുടരുക. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി പാലക്കാട് ഇന്ന് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ജയപ്രകാശ് എങ്ങനെ പ്രതികരിക്കുന്നു ഇന്ന് ഗവർണറുടെ ഈ ഒരു കോഴിക്കോടിന്റെ വീതികളിൽ ഗവർണർ ജനങ്ങളോട് സംവദിച്ചത്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നടന്ന് നീങ്ങുന്ന ആ ഒരു സുന്ദരമായ കാഴ്ച എങ്ങനെ പ്രതികരിക്കുന്നു? സൂപ്പർ. ഇതുപോലെ വേണം ഗവർണർ. ജനങ്ങളുടെ ഇടയിൽ ഈ സെറ്റ് കാറ്റഗറിയുള്ള 2 വ്യക്തികളെ കേരളത്തിനകത്തുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി, ഒന്ന് ഗവർണറും. ഈ മുഖ്യമന്ത്രി കാണിക്കുന്ന ഇത് ഗവർണറെ കൊണ്ട് പഠിക്കട്ടെ. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇരുന്ന് 1.5 കോടി ഉൾപ്പെടെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് പകരം ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒന്ന് സഹാക്കന്മാരൊന്ന് പറയണം. ജസ്റ്റ് ഒന്ന് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് കയറി വരാൻ. അത് മാത്രം എടുക്കാനുള്ള പരിസം കൊള്ളുക. ഇപ്പം ഇതുപോലുള്ള ഗവർണർ വേണം. നാടിന് നല്ലതാണ്. കണ്ട് പഠിക്കട്ടെ മറ്റുള്ള ഇതുപോലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാർ. അത്രേ എനിക്ക് പറയാനുള്ളത്. ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. മുൻപ് ഇരുന്ന എല്ലാ ഗവർണർമാരും ഈ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ആരാണോ നേതൃത്വം നൽകുന്നത്, ആരാണോ സർക്കാർ, അവരുടെ ആജ്ഞാനുവർത്തികൾ മാത്രമായിരുന്നു. അത് തന്നെയല്ല നേരത്തെ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഗവർണർ? ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അച്ചട്ടല്ലേ ഇപ്പം ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ല. ന്യായമായ രീതിയിൽ ഗവർണർ പ്രതികരിക്കാനുള്ളതും ഇതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ ആദ്യമായി കാണുക. ഇത് കണ്ട് പഠിക്കട്ടെ ഇവിടുത്തെ ഭരണാധികാരികൾ. ഇതല്ലേ നാടിന് നല്ലത്? ജനങ്ങൾക്ക് നല്ലത് ഇതല്ലേ? ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളല്ലേ ജനങ്ങൾക്ക് നല്ലത്? എത്രയോ പേര് SFI എന്നുള്ള ഒരു രാഷ്ട്രീയ സംഘടന ആരെയൊക്കെ നാട് കടത്തിയിട്ടുണ്ട്, ജഡ്ജിയെ നാട് കടത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി അവർ പ്രവർത്തിക്കാത്ത ഒരു ക്രിമിനൽസ് ഇല്ല. ക്രിമിനൽ പറഞ്ഞ എന്താ അതിശയോക്തി?
ക്രിമിനലല്ല ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെ ഇവിടുത്തെ പോലീസ് എന്ന ഇപ്പൊ പിണറായി വിജയൻ യാത്ര നടത്തുന്നുണ്ട്. ഈ പ്രവൃത്തി കേരളത്തിലാണ്, കേരളത്തിൽ കത്തത്തില്ല. ഇപ്പം ഇതുപോലെ പ്രവർത്തനം വന്ന ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ. ഇത് കാണിക്കണം, നല്ല കാര്യമാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ ജയപ്രകാശ് പ്രതികരിച്ചതിൽ. സോണലിലേക്ക് പോവുകയാണ്. സോണൽ, ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഗവർണർ ഇന്ന് ചെയ്ത ആ നടപടി അല്ലെങ്കിൽ ആ യാത്ര, അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ചെയ്തുകൂടാ? ജനങ്ങളെ പേടിച്ചിട്ടല്ലേ മുഖ്യമന്ത്രിയും മന്ത്രിപരിവാരങ്ങളും ഈ ചില്ലുകൂട്ടിനുള്ളിൽ കയറി ഈ യാത്ര നടത്തുന്നത്? സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതല്ലേ ഒരു സുന്ദരമായ കാഴ്ച? അത് തന്നെയാണ് ഇന്ന് ഗവർണർ കാണിച്ചു കൊടുത്തതും കേരളത്തിനും കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും. അത് രജനി, അത്തരമൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച അത് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതായത് പലതരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തി ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തുന്ന സമയത്ത് അതിനോടൊക്കെ മധുര പ്രതികാരം എന്ന വണ്ണം ഗവർണർ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അതിന് കോഴിക്കോട് നഗരം തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ആ ഒരു കാഴ്ചയാണ് അല്പസമയം മുമ്പ് നമ്മൾ മിഠായി തെരുവിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കാരണം ഗവർണർ എത്രത്തോളം ജനകീയനാണ് എന്ന കാര്യത്തിൽ ആ ഒരു കാഴ്ചയുടെ ഭംഗി തന്നെ വർണ്ണിക്കുന്നത് അത്തരം ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ മുതിർന്ന BJP നേതാവ് ശുക്കുമ്മനം രാജശേഖരൻ ചേരുന്നുണ്ട്. ശുക്കുമ്മനം, മറ്റൊരു ഗവർണറും കേരളത്തിൽ ഇങ്ങനെ ഒരു രീതി നടന്നിട്ടില്ല. റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളാണ് തനിക്ക് വലുത്, തനിക്ക് ജനങ്ങളാണ് സുരക്ഷ ഒരുക്കുന്നത്. ജനസുരക്ഷയിലായിരുന്നു ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ ഗവർണർ സഞ്ചരിച്ചത്. നമ്മുടെ ഭാരത സർക്കാർ തന്നെ എപ്പോഴും പറയാറുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. കാരണം ജനങ്ങളോടൊപ്പമാണ്. എപ്പോഴും ഭരണകർത്താക്കൾ ജനങ്ങളോടൊപ്പം ആയിരിക്കണം. ജനങ്ങളിൽ നിന്നും അകന്ന് അവരുടെ ഇടയിൽ മതിൽക്കെട്ടുകൾ കെട്ടിപ്പൊക്കുക, വേലികൾ തീർക്കുക എന്ന് പറയുന്നത് ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും. പക്ഷെ ഇവിടെ വളരെ മാതൃകാപരമായി ഒരു ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് പെരുമാറേണ്ടത്, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോടൊപ്പം കഴിയാനും അവരുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നേരിട്ട് കേൾക്കാനും തയ്യാറാകുന്ന ഒരു ജനകീയ ഭരണകർത്താവാണ് എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യം. കാരണം നമ്മുടെ നാട് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനങ്ങളാണ് വലുത്. ഒരിക്കൽ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളാണ് എൻ്റെ ദൈവം. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഭയപ്പെടാതിരിക്കുകയും ജനങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഭരണാധികാരി മാത്രമേ ഒരു നാടിനെ നന്നാക്കാൻ കഴിയൂ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അകലങ്ങളിൽ ദന്തഗോപുരത്തിൽ കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളിൽ അദ്ദേഹം ജനങ്ങളിൽ നിന്നും അകന്നു കഴിയുകയാണ്. എത്രത്തോളം അകലാമോ അത്രത്തോളം അകലുകയാണ്. അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകരെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അവരോട് നീരസമാണ്. ജനങ്ങളോട് അദ്ദേഹത്തിന് അകലം പാലിക്കുന്നതിലാണ് താല്പര്യം. പക്ഷെ ഒരു ഗവർണർ എങ്ങനെയായിരിക്കണം? കാരണം അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനാണ്. അദ്ദേഹത്തിന് തെരുവിലൂടെ നടക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു കാലമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ള ഒരു ധ്വനിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തെളിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ജനാധിപത്യമുണ്ട്, പൗരാവകാശങ്ങളുണ്ട്, ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം കഴിയേണ്ടവരാണ് എന്ന വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശമാണ് ലോകത്തോട് വിളിച്ചു പറയും. ശരി, വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചാൽ. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളെയാണ്, അല്ലാതെ ചില്ലുകൂടാരത്തിന് ഉള്ളിൽ കയറിയിരുന്ന് ജനദ്രോഹ നടപടികൾ ചെയ്യുന്ന ഒരാളെയല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഗവർണർ ജനസുരക്ഷയിലാണ് ഇന്ന് കോഴിക്കോടിൽ മൊത്തം സഞ്ചരിച്ചത്. ഒപ്പം കുഞ്ഞുകുട്ടികളെ ലാളിച്ചും മുതിർന്നവരോടൊപ്പം നിന്ന് സെൽഫി എടുത്തും കടകളിൽ കയറി മധുരം വാങ്ങിയുമൊക്കെ ചെയ്ത ആ സുന്ദര മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഒരു മധുര പ്രതികാരം കൂടെ തന്നെയാണ് ഇത് സംസ്ഥാന സർക്കാരിനും ഒപ്പം SFIക്കും ഒക്കെ തന്നെ ഗവർണർ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് അരുൺ ആലത്തൂരും സോണൽ കൃഷ്ണയും. ഒപ്പം പ്രതികരിച്ച പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.